ബയോളജിക്കൽ ബുള്ളറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു വൈറസാണ്. ഒരു വൈറസിനാണോ ഇത്രയും മാസ് പേര് എന്നൊക്കെ ആലോചിക്കാൻ വരട്ടെ. ഇത് കുറച്ച് ഗൗരവപ്പെട്ട ഒരു വൈറസാണ്. പേവിഷബാധ ഉണ്ടാക്കുന്ന റാബീസ് വൈറസാണ് സംഭവം. ഒരു ബുള്ളറ്റിന്റെ മാതൃകയിലാണ് ഇത് ഇരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇതിനെ ബയോളജിക്കൽ ബുള്ളറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. എന്നാലും ശരീരത്തിൽ കയറിയ ഒരു ബുള്ളറ്റിനേക്കാളും അപകടകാരിയാണ് ഈ റാബീസ് വൈറസ്. സെപ്റ്റംബർ 28-ന് ലോക റാബീസ് ദിനം ആചരിക്കാനിരിക്കെ വളരെ അപകടകാരിയായ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുള്ള ഈ വൈറസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം. നമ്മുടെ നാട്ടിൽ സാധാരണമായും ഈ റാബീസ് വൈറസ് കാണപ്പെടുന്നത് നായ്ക്കൾ വഴിയാണ് ഇത് മനുഷ്യരിലേക്ക് അധികവും പടരുന്നത്. തെരുവുനായ ശല്യം കൂടുതലായതിനാലും മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വലിയ അകൽച്ചയില്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി മൃഗങ്ങളുമായി അടുത്താണ് ഇരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ വീടുകളിലുള്ള വളർത്തുമൃഗങ്ങളും പുറത്തുള്ള മൃഗങ്ങളുമായി കുറച്ചുകൂടെ സമ്പർക്കത്തിലായിരിക്കും. പേവിഷബാധയേറ്റ മൃഗങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മരിക്കും. ജീവനില്ലാത്തൊരു ശരീരത്തിൽ റാബീസ് വൈറസിന് നിലനിൽക്കാനായില്ല. പക്ഷേ ഈ മൃഗം മരിക്കുന്നതിന് മുൻപ് തന്നെ വൈറസ് മറ്റുള്ള ഏതെങ്കിലും മൃഗത്തിലേക്ക് പകരുകയാണ് സാധാരണ സംഭവിക്കുക. തെരുവ് നായ്ക്കൾക്കും വളർത്തു നായ്ക്കൾക്കും ഒക്കെ വാക്സിൻ നൽകുക എന്നതല്ലാതെ നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. സാധാരണ പേവിഷബാധയേറ്റ മൃഗങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ മൃഗങ്ങളിൽ റാബീസ് വരുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് 14 ദിവസം മുൻപ് തന്നെ വൈറസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. അത് ഉമിനീരിലൂടെ പകരുകയും ചെയ്യും. കൃത്യമായ പ്രതിരോധം ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇതിനെ തരണം ചെയ്യാൻ പറ്റും. മൃഗങ്ങളിൽ നിന്ന് കടിയോ പോറലോ ഏൽക്കുകയോ വളർത്തുമൃഗങ്ങളാണെങ്കിൽ പോലും കണ്ണ്, വായ എന്നിവിടങ്ങളിൽ നക്കുകയോ ഒക്കെ ചെയ്താലും വൃത്തിയായി കഴുകി വൃത്തിയാക്കിയ ശേഷം വാക്സിൻ എടുക്കണം. കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ്പും അനുബന്ധ ശുശ്രൂഷയും ചെയ്താൽ റാബീസ് വൈറസ് പകരുന്നത് 100% വരെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പേവിഷ വൈറസിനെതിരെ 100% പ്രതിരോധം ഉറപ്പാക്കുന്ന വാക്സിനും സിറവും സംസ്ഥാനത്തിലുടനീളമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ലഭ്യമാണ്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മൃഗാശുപത്രികളിലും പേവിഷബാധ പ്രതിരോധ വാക്സിൻ ഉറപ്പാക്കിയിട്ടുണ്ട്. റാബീസിനെ പറ്റി അധികം ആർക്കും അറിയാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം ഇത് എങ്ങനെ നായ്ക്കളിൽ നിന്ന് മാത്രം വരുന്നതും നായ്ക്കളിലൂടെ മാത്രം പകരുന്നതുമായ ഒരു വൈറസ് അല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ധൈര്യമായിട്ട് വളർത്തുന്ന പൂച്ചകൾക്കും പശുക്കൾക്കും ഒക്കെ വരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മൃഗവുമായി സമ്പർക്കവും ഉണ്ടാകുമ്പോഴോ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ ഇതിന്റെ ഉമിനീരോ മറ്റോ പറ്റുമ്പോഴോ ഇവരുടെ കടിയേൽക്കുമ്പോഴോ ഇവരുടെ ശരീരത്തിലൂടെ നമുക്ക് മുറിവുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കടിയേറ്റ ഭാഗങ്ങളിൽ ഇപ്പോൾ ചൊറിച്ചിൽ, മുറിവേറ്റ ഭാഗത്ത് മരവിപ്പ്, തലവേദന, തൊണ്ടവേദന, വിറയൽ, ഉത്കണ്ഠ, പേടി, ശബ്ദവ്യത്യാസം, കാറ്റിനോടും വെളിച്ചത്തോടും വെള്ളത്തോടും ഒക്കെയുള്ള പേടി എന്നിവയൊക്കെ റാബീസ് വൈറസ് ഉള്ളിലുണ്ടെന്നതിന്റെ ലക്ഷണങ്ങളാണ്. കൃത്യമായ പ്രതിരോധത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയുന്നതാണ് റാബീസ് വൈറസ്. ചെറിയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തിയാൽ മാത്രം മതി.